ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇവിടെ നല്ല മുട്ടം മഴയാണ്, ഒടുക്കത്തെ കൊല്യാനം വെട്ടുന്നുണ്ട്. മിന്നലടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ കറണ്ട് ഒന്നും ഇല്ല, അപ്പോൾ വൈഫൈ കട്ടായിട്ട് കിടക്കുകയാണ്, കറണ്ട് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ ഇന്നല്ല നാളെ ആയിരിക്കും നിങ്ങളോട്ട് എത്തുക. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഇന്ന് 8-ാം തീയതിയാണ്. മാക്സിമം ഇന്ന് തന്നെ ഇടാനെക്കൊണ്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആക്ച്വലി ഇലക്ഷന് മുന്നേ നമ്മുടെ പശുമ്പ ടീംസ് നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചെങ്കിൽ ഇലക്ഷന് ശേഷം നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടരാണ് ഇപ്പോൾ കോൺഗ്രസ്. കാരണം ഇത് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു മത്സരമല്ല സുഹൃത്തുക്കളെ, ഇത് മുഖ്യമന്ത്രി ബെഞ്ചിന് വേണ്ടിയിട്ടുള്ളൊരു മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 പേരും മാറി മാറി നിങ്ങളങ്ങ് ഭരിക്കും, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടുമായിട്ട് അങ്ങനെ അങ്ങ് ഭരിക്കും. ഒരുമാതിരി കോമഡി പീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇവർ 3 പേരും, കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ. പക്ഷേ വി ഡി സതീശൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ അത്രത്തോളം കഷ്ടപ്പെട്ട് ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ലാസ്റ്റ് കടക്ക് പുറത്ത് എന്നുള്ള രീതിയിൽ പുള്ളീനെ പിടിച്ച് മാറ്റുന്ന പോലത്തെ ഒരു പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ജനവികാരങ്ങൾ മനസ്സിലാക്കാതെ ഇവർ ഇത്തരത്തിലൊരു തീരുമാനത്തിലോട്ട് എത്തിയ നിലയിലുള്ള കുറച്ച് സംഭവവികാസങ്ങളൊക്കെ ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം വളരെ വിശദമായിട്ട് തന്നെ നമുക്കിവിടെ സംസാരിക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഫൺ സെഗ്മെൻറ്റിലോട്ട് പോകാം സുഹൃത്തുക്കളെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയാൻ ഫിലിപ്പ് എല്ലാവരും പോയി ഹഗ് ചെയ്യുന്ന കുറച്ച് സംഭവവികാസങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവർ ഇപ്പോൾ എന്താണെങ്കിലും ആരെ മുഖ്യമന്ത്രിയാക്കും എന്നുള്ള ചർച്ചകളൊക്കെ ഇങ്ങനെ നടക്കണമല്ലോ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസം ഇവരുടെ MLA വന്ന സമയത്തേക്ക് ഇങ്ങനെ എല്ലാവരെയും കയറി കെട്ടിപ്പിടിക്കുന്ന വിഷ്വൽസ് നമുക്കൊന്ന് കാണാം. എന്തോ എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് ചെറിയാൻ ഫിലിപ്പിന്. പക്ഷേ ഈ കൂട്ടത്തിൽ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന MLA പുള്ളിക്കാരനെ കെട്ടിപ്പിടിക്കാൻ പോകുന്നുണ്ട് നമ്മുടെ ചെറിയാൻ ഫിലിപ്പ്. നമുക്ക് അതോടൊന്ന് കാണാം. ബിന്ദുച്ചി കുറേ നാളത്തെ ആഗ്രഹമായിരിക്കും അത് ഇങ്ങനെയൊക്കെ തീർക്കാന്ന് വെച്ചാണ് എനിക്ക് എന്തോന്നേ. ഇതിന്റെ ഒരു ക്ലോസ് ഇനഫ് ഉണ്ട്, ഞാൻ അത് കാണിച്ചു തരാം. പക്ഷെ പുള്ളിക്കാരിയുടെ കാര്യത്തിൽ പുള്ളി ഫെയിലായി പോയെങ്കിലും മിഷൻ അക്കംപ്ലീഷ് പുള്ളി ചെയ്തിട്ടുണ്ട്. അടുത്തൊരാളുടെ അടുത്ത് നമുക്കത് കാണാം. നടത്തിയ കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വെച്ചത് ഈ MLA-മാരുടെ എണ്ണം മാത്രമാകരുത് ഘടകം എന്നുള്ളൊരു പോയിന്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് MLA-മാരുടെ എണ്ണത്തിൽ വലിയൊരു കോൺഫിഡൻസ് KC പക്ഷം മുന്നോട്ട് വെക്കുമ്പോൾ, അവർ വെച്ചു പുറത്തുമ്പോൾ അത് മാത്രമാകരുത് ഘടകം. പൊതുസ്ഥിതി അതാ മിഷൻ സക്സസ്ഫുൾ. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ബിന്ദു കൃഷ്ണ പുള്ളിക്കാരിനെ ഇതുപോലെ കെട്ടിപ്പിടിക്കാൻ പോയതിന്റെ പേരിൽ കേസായിട്ടുണ്ട്. നമുക്ക് അതോടൊന്ന് കേൾക്കാം. നിയുക്ത MLA ബിന്ദു കൃഷ്ണയെ അപമാനിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പിനെതിരെ കേസ്. കേരള കോൺഗ്രസ് നേതാവ് H ഹഫീസാണ് മ്യൂസിയം പോലീസിൽ പരാതി നൽകിയത്. സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നാണ്. വളരെ മികച്ച ഒരു തീരുമാനം തന്നെയാണ് അങ്ങനെ ഒരു കേസ് ഇങ്ങേർക്കെതിരെ കൊടുത്തേക്കുന്നത്. അല്ല പിന്നെ പുള്ളിക്കാരിക്ക് താല്പര്യമില്ല, പിന്നെ പിന്നെ കെട്ടിപ്പിടിക്കാൻ പോവാ. വയസ്സാം കാലത്ത് ഓരോരോ ആഗ്രഹങ്ങളെ. ഇനി ഇത് കഴിഞ്ഞിട്ട് എൻ്റെ പൊന്നിടാവേ, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇത് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടല്ല, മുഖ്യമന്ത്രി ബെഞ്ചാണ് സുഹൃത്തുക്കളെ. 3 കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിൽ കടന്നുകൂടി കളിക്കുക. അതിൽ കുറച്ച് സാധനങ്ങൾ നമുക്ക് കാണാം. ഇങ്ങനെ കരല്ലട പൊന്നുമക്കളെ. നിങ്ങളൊരു ബെഞ്ചിട്ടങ്ങ് ഇരിയില്ല. ഞാൻ പറഞ്ഞത് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടുമായിട്ട് നിങ്ങളങ്ങ് ഭരിക്കുക, അത്ര എനിക്ക് പറയുള്ളൂ. എന്താണെങ്കിൽ ഇതുപോലെ ഒരു വീഡിയോ കൂടെ വന്നിട്ടുണ്ട്, നമുക്ക് അതോടൊന്ന് കാണാം. കേരളത്തിൽ ഇനി മുതൽ 3 മുഖ്യമന്ത്രിമാർ. തൊമ്മൻ ചാക്കോ, കൃഷ്ണകുമാർ, പൊറ്റക്കുഴി ചെല്ലപ്പൻ എന്നിവർ മുഖ്യമന്ത്രിമാർ. പകൽ 6 തൊട്ട് ഉച്ചയ്ക്ക് 2 മണിവരെ തൊമ്മൻ ചാക്കോയും, ഉച്ചയ്ക്ക് 2 തൊട്ട് രാത്രി 10 മണിവരെ കൃഷ്ണകുമാറും, രാത്രി 10 തൊട്ട് പകൽ 6 വരെ ചെല്ലപ്പനും മുഖ്യമന്ത്രിയാകും. മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള തമ്മിലടി നിർത്താനാണ് ഈ നീക്കം. 3 മുഖ്യമന്ത്രിയാകണമെന്ന വാശിയിൽ നിന്ന് പിന്മാറാതെ നിൽക്കുന്നതിനാലാണ് ഹൈക്കമാൻഡ് ഈ തീരുമാനത്തിലെത്തിയത്.
വളരെ മികച്ച ഒരു ഇത് തന്നെയാണ് ഇത്. ഇങ്ങനെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും ഇനിയിപ്പം അടുത്തൊരു സംഭവം എന്ന് വെച്ചാൽ ഫ്ലെക്സിൻ്റെ പേരിൽ അടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ഒരു കൂട്ടർ, ബാക്കി കൂട്ടർ മൊത്തം ജനവികാരങ്ങൾ മൊത്തം VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലെക്സിൻ്റെ പേര് അതും ഇതൊക്കെ ആയിട്ട് ഭയങ്കര വിഷയമാണ്. നമുക്ക് അടുത്ത ന്യൂസ് കാണാം. ആലപ്പുഴയിൽ KC വേണുഗോപാലിനെതിരെ ഉയർന്ന ബാനർ കീറി കോൺഗ്രസ് പ്രവർത്തകർ. DCC ഓഫീസിന് മുന്നിൽ വെച്ച ബാനറാണ് കീറിയത്. KC വേണുഗോപാലിനെ MP ആക്കിയത് മുഖ്യമന്ത്രിയാക്കാനല്ല, അതിമോഹം ആപത്താണ് എന്നായിരുന്നു ബാനർ. ഫൈസൽ വിവരങ്ങൾ നൽകും. ഫൈസൽ, ജില്ലാ കമ്മിറ്റിയുള്ളവർ തന്നെ എത്തിയാണോ ബാനർ കീറിക്കളഞ്ഞത്? ദിവ്യ, ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നവർ തന്നെയാണ് ആ ബാനർ കീറിക്കളഞ്ഞിരിക്കുന്നത്. അവിടെ ഓഫീസിലുണ്ടായിരുന്നവർ, അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരാണ് ആ ബാനർ കീറിക്കളഞ്ഞിരിക്കുന്നത്. DCC ഓഫീസിന് മുന്നിലെ ട്രാൻസ്ഫോമറിൽ സ്ഥാപിച്ച ബാനറായിരുന്നു അത്. അതായത് അതിൽ പറയുന്നത് ഈ KC വേണുഗോപാലിനെതിരെയാണ് ആ ഒരു ബാനർ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അത് കോൺഗ്രസ് സഹയാത്രികർ എന്ന പേരിലായിരുന്നു ആ ഒരു ബാനർ പ്രത്യക്ഷപ്പെട്ടത്. അത് മാത്രമല്ല, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ, അതായത് 10ഓളം ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ ബാനർ സ്ഥാപിച്ചത്. അതിലൊന്നിൽ പറയുന്നത് KC വേണുഗോപാലിനെ MP ആക്കിയത് മുഖ്യമന്ത്രിയാവാനല്ല, AD തോമസിനെ MLA ആക്കിയത് രാജിവെക്കാനല്ല, അതിമോഹം ആപത്ത് എന്നൊക്കെയാണ് ആ ഒരു ബാനറിൽ പറയുന്നത്. ഏതായാലും ആ ബാനർ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ കീറിക്കളഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ DCC ഓഫീസിന്റെ പരിസരത്ത് തന്നെ 3ഓളം ബാനറാണ് വെച്ചിരുന്നത്. അതിൽ 3 ഫ്ലക്സുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്ന് KC വേണുഗോപാൽ ദ റിയൽ ഹീറോ, നയിച്ചവൻ നയിക്കട്ടെ എന്ന ഒരു ഫ്ലക്സ് ഉണ്ടായിരുന്നു. മാത്രമല്ല മറ്റേതൊന്ന് ഈ 4 നേതാക്കന്മാരുടെയും ഉൾപ്പെടെ ചിത്രങ്ങൾ പോസ്റ്റ് വെച്ച ഒരു ഫ്ലക്സ് ഉണ്ടായിരുന്നു. അതിന് തൊട്ട് മുൻപിലായിട്ടാണ് ഇത്തരത്തിൽ KC വേണുഗോപാലിനെതിരെ ഒരു ഫ്ലക്സ് കൂടി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കരുത് എന്നാണ് ആ ബാനറിൽ പറഞ്ഞത്. ആ ബാനറാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ കീറിക്കളഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ LDFന്റെ അടുത്തുള്ള ഒരു റെസ്പെക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഇപ്പം കമ്മ്യൂണിസ്റ്റുകാർ ഇവരുടെ ഒരു നേതാവ് ഇപ്പോൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ അതനുസരിക്കും. ഓക്കെ, പാർട്ടിക്ക് വേണ്ടിയിട്ട് അവർ ആ ഒരു രീതിയിൽ അവർ നിൽക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ശൈലജ ടീച്ചർ, പുള്ളിക്കാരിനെ ഇത്തരത്തിൽ ആരോഗ്യമന്ത്രിയിൽ നിന്ന് മാറ്റിയിട്ട് കൊറോണ സമയത്തും ഫ്ലഡിൻ്റെ ഒക്കെ സമയത്തും എന്തോരം അടിപൊളിയായിട്ടാണ് ആ ഒരു വ്യക്തി നമുക്ക് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുള്ളത് അല്ലേ. പിന്നീട് നേരെ കൊണ്ടുവന്നിട്ട് ഇപ്പുറത്ത് വീണ ജോർജിനെ കൊണ്ട് മാറ്റിയപ്പോഴും നമുക്കൊക്കെ ഇത് എന്തോന്ന് ഇവർ ഇങ്ങനെ ഇത്രയും അടിപൊളിയായിട്ട് പുള്ളിക്കാരി അവിടെ ചെയ്തിട്ട് അതിനകത്തൊന്ന് മാറ്റേണ്ട ആവശ്യം എന്താണെന്ന് പോലെ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ തോന്നിയ ഒരു സംഭവമാണ്. അങ്ങനെ മാറ്റിയിട്ട് പോലും ശൈലജ ടീച്ചർ പുള്ളിക്കാരി എന്ന് പറഞ്ഞേക്കുന്ന കാര്യം എന്ന് വെച്ചാൽ പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത് നമ്മൾ അതിനനുസരിച്ചാണ് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അതൊക്കെയാണ് ഒരു എന്താ പറയുക സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പരിപാടികൾ. ഇത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും ഇതിനകത്ത് തന്നെ, പുറത്തുനിന്ന് ആർക്കും അങ്ങോട്ട് സ്പേസ് കൊടുക്കൂല. നിങ്ങൾ പുറത്തുനിന്ന് വന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് ഇവർ ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ് പ്രതിപക്ഷമായിട്ട് വരുന്ന കാര്യം വിചാരിക്കുന്നുണ്ട്. അങ്ങനെയല്ല ഇവർ വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഇവരുടെ പ്രതിപക്ഷ നേതാവ് ഇവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ ആയിരിക്കും. നോക്കൂ, അങ്ങോട്ടും ഇങ്ങോട്ടായിരിക്കും അടിയും വഴക്കും ഇവരുണ്ടാക്കുന്നത്. ഒരാളെ പിടിച്ച് മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ മറ്റേ ആൾ നിന്നിട്ട് കൂട്ടത്തിൽ ഉള്ള ആൾ തന്നെ എടാ നീ ചെയ്തത് ശരിയല്ല, നീ ഇറങ്ങിപ്പോടാ, നീ രാജിവെക്കടാ, ഈ കൂട്ടത്തിൽ തന്നെ ഇന്ന് ഇവർ പറയും. ഇനി ഇത് കഴിഞ്ഞാൽ വേറെ കുറച്ച് സംഭവമുണ്ട്. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം, പെട്രോൾ ഒഴിച്ച് കോൺഗ്രസ് പ്രവർത്തകൻ്റെ ആത്മഹത്യ ഭീഷണി. ആ വീഡിയോ ഇങ്ങോട്ട് വെക്കാൻ പറ്റത്തില്ല. ഇനി അത് കഴിഞ്ഞ് ഫ്ലെക്സ് പോര്, തിരുവനന്തപുരത്തെ KPCC ഓഫീസിന് മുന്നിലെ KCയുടെ ഫ്ലെക്സിൽ കരിയോയിൽ ഒഴിച്ച് പ്രതിഷേധം. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം നിലവിലെ ഒരു സാഹചര്യത്തിനനുസരിച്ച് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ഹൈക്കമാൻഡിൽ നിന്ന്, അതായത് നമ്മുടെ ഈ കോൺഗ്രസിൻ്റെ തലപ്പത്തൂന്ന് ഇവരെല്ലാവരും കൂടെ കൂടുതൽ ഈ ജയിച്ചേക്കുന്ന ഈ ഒരു കോൺഗ്രസിൻ്റെ MLA-മാരുണ്ടല്ലോ, ഇതിനകത്ത് ഭൂരിപക്ഷം ഈ മേൽപ്പറഞ്ഞേക്കുന്ന 3 ആളുകളിൽ ഏറ്റവും കൂടുതൽ വോട്ട് അല്ലെങ്കിൽ ഭൂരിപക്ഷം ആർക്കാണോ കിട്ടുന്ന അയാളെ പിടിച്ച് ഇതുപോലെ മുഖ്യമന്ത്രിയാക്കാന്നുള്ളൊരു തീരുമാനമാണ്. അപ്പം അതിൻ്റെ ഒരു ന്യൂസ് ഞാൻ ഇങ്ങോട്ടൊന്ന് വെക്കാം. ഹൈക്കമാൻഡ് ഒരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയ അനുസരിച്ച് നിരീക്ഷക സംഘം അതാത് സംസ്ഥാനങ്ങളിൽ എത്തും. അവിടെ നിന്ന് MLA-മാരുടെ ഈ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുന്ന പൊതുവെ പതിവില്ലെങ്കിൽ MLA-മാരുടെ ഫീഡ്ബാക്ക് എടുക്കും. പിന്നീട് ഘടകകക്ഷി നേതാക്കളെ കാണും, പിന്നീട് മുതിർന്ന നേതാക്കളെ കാണും, MP-മാരുടെ ഫീഡ്ബാക്ക് എടുക്കും. അറ്റ് ലാസ്റ്റ് തീരുമാനം വരുന്ന ഹൈക്കമാൻഡിൽ നിന്നാണ്. പൊതുവെ ഈ MLA-മാരുടെ പിന്തുണ കൊണ്ട് മാത്രം ഒരാളെ മുഖ്യമന്ത്രിയാക്കിയ കീഴ്വഴക്കമൊന്നും ഹൈക്കമാൻഡില്ല. ഇത് നിർണായകമാണെന്നതിനപ്പുറത്തേക്ക് ഇനി എന്തൊക്കെ ഘടകങ്ങൾ കൂടി ഹൈക്കമാൻഡ് പരിഗണിക്കും, മറ്റ് ഒന്നിലേറെ ഘടകങ്ങൾ, ഒന്നിലേറെ പാരാമീറ്റേഴ്സ് ഒക്കെ നോക്കിയാണ് പൊതുവെ മുഖ്യമന്ത്രി ഈ പറയുന്ന കാൻഡിഡേറ്റ്ഷിപ്പ്, ഈ CM ഷിപ്പ് അവിടെ കൊടുക്കാറുള്ളത്. ഇനി മറ്റെന്തെങ്കിലും ഘടകങ്ങൾ കൂടി പരിഗണിക്കുമോ? ഈ MLA-മാരുടെ പിന്തുണ കൊണ്ട് മാത്രം ഈ പറഞ്ഞതുപോലെ ഒരാളിലേക്ക് AICC ചുരുങ്ങുമോ, ഒരു പേരിലേക്ക് ചുരുങ്ങുമോ? സുഹൈല, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ക്ലെയിമുള്ള നേതാക്കൾ, അതായത് നിരവധി നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ക്ലെയിം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവരെയൊക്കെ കേൾക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവർ പറയുന്നതൊക്കെ കേൾക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ സാഹചര്യം ഒരു പ്രത്യേക സാഹചര്യമായി AICC വിലയിരുത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൽ പ്രധാനം KC വേണുഗോപാലിനൊപ്പമാണ് ഈ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ ബഹുഭൂരിപക്ഷം പിന്തുണയുള്ളത്. നേരത്തെ സുഹൈൽ സൂചിപ്പിച്ചതിൽ സാങ്കേതിക പ്രശ്നം, അതായത് മറ്റു സംസ്ഥാനങ്ങളിൽ സമാനമായി തന്നെ തർക്കം ഉടലെടുത്തപ്പോൾ അവിടെ ഹൈക്കമാൻഡ് കണ്ടെത്തിയ ഫോർമുല തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ കൂടുതൽ ഏത് നേതാവിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. അതുപോലൊരു ഫോർമുല തന്നെയാണ് ഇവിടെയും ഇവർ ചെയ്യാനൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നിലവിൽ അങ്ങനെ ഒരു പരിപാടി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു, അല്ലെങ്കിൽ പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ചെയ്തതിൻ്റെ ഒരു
പിന്നീട് എന്താണ് അവർക്ക് ഈ പാർട്ടിക്കൊക്കെ സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളോട്ട് നമുക്ക് മുന്നോട്ട് വരാം. എന്താണെങ്കിലും ഇങ്ങനെ KC വേണുഗോപാലിനെ ഇതുപോലെ മുഖ്യമന്ത്രിയാക്കണം എന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങേരി MP സ്ഥാനം രാജിവെച്ചിട്ട് വീണ്ടും ഇതുപോലെ MLAക്ക് വേണ്ടിയിട്ട് മത്സരിച്ച് വീണ്ടും അടുത്തൊരു ഇതൊക്കെ ആയിട്ട് അങ്ങനെ കുറെ കൊനസ്റ്റ് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ വീണ്ടും ഇയാൾ ഈ അടുത്തൊരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കിന് ഇയാളെ ജനവികാരങ്ങൾ മനസ്സിലാക്കാതെ ഇയാൾ അവിടെ അങ്ങനെ കയറിയിട്ട് രാജിവെച്ചിട്ട് നേരെ ഇതുപോലെ മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ജനങ്ങൾ ജയിപ്പിക്കൂ. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് VD സതീശനാണ്, ജനങ്ങളുടെ സപ്പോർട്ടുള്ളത്. അങ്ങനെയുള്ളപ്പോൾ ഇയാളെ എങ്ങനെ പിടിച്ച് ആൾക്കാരെ പിടിച്ച് ജയിപ്പിക്കും? അതിൻ്റെ ഒരു ന്യൂസുണ്ട്, ഞാൻ ഇങ്ങോട്ട് വെക്കാം. KC വേണുഗോപാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയാൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ സംസ്ഥാനത്ത് നേരിടേണ്ടി വരും. ഒന്ന്, KC വേണുഗോപാലിനെ നിയമസഭയിലേക്ക് എത്തിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്ക് നടക്കണം. അതിന് ഏതെങ്കിലും ഒരു MLA രാജിവെച്ചതിന് ശേഷം മാത്രമായിരിക്കും KC വേണുഗോപാലിനെ മത്സരിക്കാനാകുക. അതൊരു ഉപതെരഞ്ഞെടുപ്പ്. മറ്റൊന്ന്, KC വേണുഗോപാൽ ഒഴിയുന്ന നിലവിലെ പാർലമെന്റ് സ്ഥാനമായ അല്ലെങ്കിൽ പാർലമെന്റ് അംഗത്വമായ ആലപ്പുഴയിൽ നിന്നുള്ള MP സ്ഥാനമാണ് അദ്ദേഹം ഒഴിയുന്നത്. അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ്. അതങ്ങനെ 2 ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നുണ്ട്. ഈ 2 ഉപതെരഞ്ഞെടുപ്പിലും ജയിച്ചു കയറാനാകുമെന്ന് KC വേണുഗോപാലിന് ഹൈക്കമാൻഡ് നേതൃത്വത്തെ അറിയിക്കാൻ സാധിച്ചാൽ അദ്ദേഹം ഏറെക്കുറെ വിജയിച്ചു. എന്താണെങ്കിലും നിലവിലെ സാഹചര്യം എന്താണ്ട് ഇതുപോലെയാണ്. ബാക്കിയുള്ള MLAമാരുടെ സപ്പോർട്ട് കൂടുതലും KC വേണുഗോപാലിനാണ് കിട്ടിയേക്കുന്നത്. VD സതീശനോടുത്ത് മാറി നിന്നോളാനെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പോഴും അടുത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ VD സതീശൻ്റെ അടുത്ത് ഉപമുഖ്യമന്ത്രി ആയിക്കോളൂ എന്നുള്ള രീതിയിലും, പിന്നീട് രമേശ് ചെന്നിത്തലയുടെ കാര്യം ഏറ്റവും സീനിയോറിറ്റി ഉള്ളൊരു വ്യക്തിയാണ്, അതുകൊണ്ട് ആ വ്യക്തിയുടെ കാര്യം എന്ത് ചെയ്യുന്നുള്ള അങ്ങനെ കുറേ കൊനസ്റ്റുകളിലൂടെയാണ് സുഹൃത്തുക്കൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഹൈക്കമാൻഡിൽ നിന്ന് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഒരു തീരുമാനമാണ് എന്നുള്ള നിലയിൽ മറുനാടൻ മലയാളിയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അതൊന്ന് കേൾക്കാം. ചെന്നിത്തലയ്ക്ക് 8 പേരുടെയും VD സതീശന് 6 പേരുടെയും പിന്തുണ മാത്രമേ ഉണ്ടായി എന്നാണ് KPCC ഔദ്യോഗിക വൃത്തങ്ങൾ തന്നെ സൂചന നൽകുന്നത്. എന്ന് വെച്ചാൽ മഹാഭൂരിപക്ഷം പേരും കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നുവെന്ന്. വേണുവിനെ അല്ലാതെ മറ്റൊരാളെ കേന്ദ്ര നേതൃത്വത്തിന് നിർദ്ദേശിക്കാൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, VD സതീശന് വേണ്ടി തെരുവിലിറങ്ങി പ്രവർത്തകർ ബഹളം വെച്ചത് VDയുടെ സാധ്യത അടയ്ക്കുകയാണ് ചെയ്തത്. VD സതീശനെയും രമേശ് ചെന്നിത്തലയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. രാഹുൽ ഗാന്ധി കട്ടായം പറഞ്ഞു, MLAമാരിൽ ഭൂരിപക്ഷം പിന്തുണയ്ക്കുന്നവരാരാണോ അവർ ആയാൽ മതിയെന്ന്. ഈ വിവരം കൃത്യമായി 2 നേതാക്കളെയും ബോധ്യപ്പെടുത്തുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മുഖ്യമന്ത്രി ആവില്ല എന്ന് തീർത്ത് പറയുകയും ധനവകുപ്പിൽ ചുമതലയേൽക്കാൻ AICC നേതൃത്വം VD സതീശനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. താൻ അതനുസരിക്കാം, ഉപമുഖ്യമന്ത്രി പദവി നൽകണം എന്ന് VD സതീശൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും ബാക്കിയാവുന്ന പ്രശ്നം രമേശ് ചെന്നിത്തലയുടേതാണ്. രമേശ് ചെന്നിത്തലയാണ് 3 പേരിലും ഏറ്റവും സീനിയറായ നേതാവ്. KC വേണുഗോപാലിനേക്കാൾ മുൻപ് തന്നെ ഉന്നത പദവി വഹിച്ചയാൾ. രമേശ് ചെന്നിത്തലയുടെ ശിഷ്യരായി വളർന്നു വന്നവരാണ് KC വേണുഗോപാലും VD സതീശനും. രമേശ് ചെന്നിത്തലയ്ക്കാണ് 3 പേരിൽ കൂടുതൽ പ്രായമുള്ളതും ഇനി അധികം അവസരമില്ലാത്തതും. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നു 16 മുതൽ 21 വരെ. രമേശ് ചെന്നിത്തല എങ്ങനെ കറുവേപ്പല പോലെ എടുത്ത് കളയാൻ കഴിയുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. ചെന്നിത്തലയുടെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമുണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയായി KC വേണുഗോപാലും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ധനമന്ത്രിയായി VD സതീശനും എന്ന ഫോർമുലയാണ് മുമ്പോട്ട് പലരും വയ്ക്കുന്നത്. അതിലൊരാൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്താൽ സ്വാഭാവികമായും മറ്റേയാൾക്ക് അസ്വസ്ഥത ഉണ്ടാവുന്നതുകൊണ്ട് ഉപമുഖ്യമന്ത്രി പദവി വേണ്ട എന്നാണ് ചില നിർദ്ദേശങ്ങൾ. മാത്രമല്ല, ആണെങ്കിലും മികച്ച ഒരു ഇത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു KC വേണുഗോപാൽ അഖിൽ മാരാറിന്റെ പാത പിന്തുടരുകയാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. മറ്റൊന്നുമല്ല, കുറേ 2025 പുള്ളി വന്ന് പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കങ്ങനെ സ്ഥാനമാനങ്ങളൊന്നും വേണ്ട, പാർട്ടി എന്താണോ പറയുന്നത് അതാണ് നമുക്ക് വലുതെന്നുള്ള രീതിയിലാണ് പുള്ളിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അന്ന് പറഞ്ഞ കാര്യം ഒന്ന് കേൾക്കാം. എൻ്റെ നിലപാട് ഞാൻ കൃത്യമായി പറഞ്ഞു. എനിക്ക് എൻ്റെ പാർട്ടിയാണ് ഏറ്റവും വലുത്. ഒരാഗ്രഹങ്ങളും അത്തരത്തിലില്ല. ഇന്നതാവണം എന്നുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ പേര് ഇതിനകത്ത് വലിച്ചെടുക്കുക എന്ന് പറയുന്ന ഉദ്ദേശം തന്നെ ഇങ്ങനെ വേറെന്തെങ്കിലും മേൽവിലാസത്തിൽ പറന്നിറങ്ങി വരും എന്ന് വരുത്തില്ല. അപ്പോൾ എന്നിട്ടാണ് ഇപ്പോൾ ഈ കസരയ്ക്ക് വേണ്ടിയിട്ട് കിടന്ന് അടിപിടി കൂടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ VD സതീശൻ പുള്ളിയുടെ കാര്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. ഹൈക്കമാൻഡിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞതായിട്ട് കാണുന്നത്, ഈ തെരുവിലിറങ്ങിയ ആളുകൾ, ഈ ജനവികാരങ്ങൾ ആളുകൾ ഇതുപോലെ പുള്ളിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് സംസാരിച്ചിരിക്കുന്ന ഈ സംഭവങ്ങളെല്ലാം കൂടെ പുള്ളി തന്നെ ക്രിയേറ്റ് ചെയ്യിപ്പിച്ച് അങ്ങനെ PR ചെയ്യിപ്പിച്ച് ആ ഒരു രീതിയിലോട്ടാക്കിയിട്ട് അത് ഒരിക്കലും പുറത്തല്ല, തെരുവുകളിലല്ല കാണിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഇവർ പുള്ളിനെ മാറ്റിയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒന്നേ പറയുള്ളൂ, ജനവികാരങ്ങളും മനസ്സിലാക്കാതെ ഇത്തരത്തിൽ ആ ഒരു വ്യക്തിനെ ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രസ് ചീട്ടൊട്ടാലും പോലെ അടിഞ്ഞിങ്ങ് താഴോട്ട് വീഴും. പിന്നെ മലയാളികളുടെ മനസ്സിൽ ഈ കോൺഗ്രസിനെ കാണുന്നൊരു രീതി ഉണ്ടായിരിക്കും. പിന്നീട് ഓൾറെഡി നമ്മുടെ പശുമ്പ ടീംസിനെ കാണുന്നത് അറിയാമല്ലോ. പിന്നെ ഈ VD സതീശൻ പുള്ളിയുടെ കാര്യം പറയുമ്പോഴത്തേക്കിന് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിലാണ് തോന്നുന്നു ഒരു 10-24 മിനിറ്റുള്ളൊരു പുള്ളിയുടെ മാത്രമായിട്ട് കുറേ സ്റ്റോറീസൊക്കെ വെച്ചുകൊണ്ടൊരു വീഡിയോ, ഒരു ഡോക്യുമെൻ്ററി പോലെ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നോക്കുമ്പോഴത്തേക്കിന് പുള്ളി വന്ന നാൾ വഴികളും പിന്നെ ഒപ്പം തന്നെ പുള്ളിയുടെ പല ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ റീസെൻ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്തൊക്കെ അത്യാവശ്യം നല്ല വിഷനുള്ള ഒരു വ്യക്തി തന്നെയാണ്. നമ്മുടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്താനെ കൊണ്ടുള്ള വിഷനൊക്കെ ഉള്ളൊരു കാര്യങ്ങളൊക്കെ പുള്ളി അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരാളെ മാറ്റിയിട്ട് കുറേ നാളും പുള്ളി ഓടി നടന്നിട്ട് ലാസ്റ്റ് KC വേണുഗോപാൽ ഇതിൻ്റെ ഇടയിൽ കൂടെ കയറിയിട്ട് എന്നാൽ പിന്നെ ഞാൻ കയറിക്കൊള്ളാം എന്നൊക്കെ പറയുന്നൊരു പരിപാടി
ഭയങ്കര ഇവർ മറ്റേ കൊച്ചു പിള്ളേരെ കാട്ടി കഷ്ടമാണ്. മറ്റേ കൊച്ചു പിള്ളേരെ കിടന്ന് കസേര കിടന്ന് അടി ഉണ്ടാക്കുന്ന പോലെയാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇവർ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുറേ സ്ഥലങ്ങളിൽ VD സതീശൻ പുള്ളീനെ ആണെങ്കിൽ മൈക്ക് കൊടുക്കാതെയും അങ്ങനെ കുറേ കാര്യത്തിൽ ഞാൻ മെയിൻ ആവണം എന്നുള്ള രീതിയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന കുറേ കോപ്രായങ്ങളുണ്ട്, കുറേ കോമഡികളുണ്ട്, കുറേ കോമഡി പീസുകളുണ്ട് സുഹൃത്തുക്കളെ ഇതിനകത്ത്. എന്താണെങ്കിലും ഇവരെന്താണെങ്കിലും ജയിച്ചല്ലോ, ഇനി അങ്ങോട്ടുള്ള 5 വർഷം നമുക്ക് ചിരിക്കാനുള്ള ഒരുപാട് വകകളുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും ഇത്തരത്തിൽ അന്യ സംസ്ഥാനങ്ങൾ ഇതുപോലൊക്കെ സെയിം സിനാരിയോസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ഓടി നടക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ പട്ടിപ്പണി എടുക്കുന്ന ഒരു വ്യക്തി അയാളെ ഈ ഒരു സ്ഥാനമാനങ്ങളുടെ കാര്യം വരുമ്പോൾ അയാളെ പിടിച്ച് കറിവേപ്പില പോലെ എടുത്തങ്ങോട്ട് കളയും, എന്നിട്ട് അടുത്തൊരാളെ പിടിച്ചങ്ങോട്ട് കയറ്റും. ഈ സെയിം സിനാരിയോ തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സീനിയോറിറ്റി നമുക്ക് നോക്കാം. ഈ സീനിയോറിറ്റിയുടെ കാര്യത്തിൽ എന്ത് സീനിയോറിറ്റിയാണ് ഇവിടെ നേരത്തെ പരിഗണിക്കപ്പെട്ടില്ല? നമുക്ക് 2018 മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് 2018 മധ്യപ്രദേശിൽ നഷ്ടമായത് എങ്ങനെയാണ്? ജ്യോതിരാദിത്യ എന്ന ഒരു യുവ നേതാവ് അവിടെ തെരഞ്ഞെടുപ്പ് നയിക്കാൻ നിൽക്കുന്നു. ജ്യോതിരാദിത്യയെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സീനിയറായ കമൽനാഥിനെ ഡൽഹിയിൽ നിന്നാണ് കമൽനാഥിനെ തീരുമാനിച്ചത്. കമൽനാഥ് മുഖ്യമന്ത്രിയാകും. പിന്നീട് മധ്യപ്രദേശ് കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട്. ജ്യോതിരാദിത്യ സിന്ധ്യ എങ്ങോട്ടാണ് പോയത്? അത് നമ്മുടെ മുന്നിൽ. അടുത്തത് എവിടെയാണ്? രാജസ്ഥാനിൽ. അതേ വർഷമാണ് തെരഞ്ഞെടുപ്പ്. രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റ് എന്ന യുവ നേതാവ് പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കുന്നു, പ്രകടനങ്ങൾ നയിക്കുന്നു, റാലികൾ നയിക്കുന്നു, ആവേശോജ്വലമായ പ്രസംഗങ്ങൾ നടക്കുന്നു, ആ തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നു. എന്നിട്ട് അതിനുശേഷം അധികാരമാക്കാൻ കൊടുക്കുന്നത് ഡൽഹിയിൽ നിന്ന് തീരുമാനിക്കുന്നു അശോക് ഗെഹ്ലോട്ട്, അല്ലേ? പിന്നീട് രാജസ്ഥാൻ കിട്ടി, രാജസ്ഥാൻ പോയി, രാജസ്ഥാൻ കൂടെ BJPക്ക് പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിൽ അനുഭവം. ഇനി നമ്മുടെ അടുത്തത് കർണാടകയിലേക്ക് പോകാം. 2023 DK ശിവകുമാർ എന്ന ക്രൗഡ് ഫില്ലർ ഉള്ളിൽ നിന്ന് നന്നായി നയിച്ചു, നല്ല രീതിയിൽ ഭൂരിപക്ഷം നേടിക്കൊടുത്തു. അവിടെ പക്ഷേ മുഖ്യമന്ത്രി സീനിയറായ സിദ്ധരാമയ്യെ തീരുമാനിക്കുന്നു. അതും ടേം വ്യവസ്ഥയ്ക്ക് ആദ്യം പറഞ്ഞില്ല, ആ ടേമിലേക്ക് പിന്നെ എത്തിയിട്ടില്ല നമ്മൾ കാണുന്ന യാഥാർത്ഥ്യം. അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പ്രതീക്ഷിച്ച വിജയം അവിടെ കോൺഗ്രസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ എന്താണ് സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലെ സീനിയോറിറ്റി എന്ന ഒറ്റ ഘടകം മാത്രം പരിഗണിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു അവിടുത്തെ അവസ്ഥയാണിത്. അങ്ങനെയുള്ളപ്പോൾ 100% സാക്ഷരതയുള്ള കേരളത്തിലെ അവസ്ഥ ഇപ്പോൾ എന്തായിരിക്കും എന്നുള്ളത് ഇവർ ആലോചിച്ച് നോക്കണ്ടേ. ഇവിടെ നമ്മുടെ മലയാളികളുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലത് കണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യും, റെസ്പെക്റ്റ് ചെയ്യും. എന്നാൽ അർഹിക്കപ്പെടാത്ത ആൾക്കാരെ പിടിച്ചേറി കയറ്റും. അത് ഇവിടെ സർവ്വസാധാരണ. നമ്മൾ മലയാളികൾ അങ്ങനെയാണ്. അങ്ങനെയുള്ളപ്പോൾ ജനവികാരങ്ങൾ മനസ്സിലാക്കാതെ VD സതീശൻ വേണ്ട, KC വേണുഗോപാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കിന് നിങ്ങൾ എന്തോ നീ കാണിച്ചു കൂട്ടണത്. ആൾക്കാർക്ക് VD സതീശൻ മതി എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് പറയാം, ഹൈക്കമാൻഡിൽ നിന്ന് പറയാം, ജനവികാരങ്ങൾ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തെരുവിലല്ലേ ഇതൊന്നും കാണിക്കണ്ട, നമ്മൾ പറയും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. എന്താണെങ്കിലും ഇതിന് ശേഷം നമ്മുടെ ഡോക്ടർ ജി, നമ്മുടെ റോബിൻ ജി, കുണ്ടറയിലെ മണ്ടനായ നമ്മുടെ റോബിൻ ജി കഴിഞ്ഞ ദിവസം വന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിനകത്ത് പറയുന്നവരോടൊന്ന് കേൾക്കാം. എല്ലാവരും നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. നന്ദി പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഞാനൊരു കുണ്ടറക്കാരനല്ലാഞ്ഞിട്ട് കൂടി ഏകദേശം 19,000 വോട്ട് അടുപ്പിച്ച് എനിക്ക് ലഭിച്ചു. എനിക്ക് വേണ്ടി സിൻസിയറായിട്ട് വോട്ട് ചെയ്ത് എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, കുണ്ടറയിലെ എല്ലാ ജനങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും പുച്ഛമായിട്ട് അല്ലെങ്കിൽ കഷ്ടമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കോൺഗ്രസ് എന്തായാലും ജയിച്ചു അല്ലേ, കോൺഗ്രസ് ആണ് കേരളം ഭരിക്കുന്നത്. പക്ഷെ ഞാനിപ്പോൾ മെയിൻ സ്ട്രീം ചാനൽസിൽ കുറച്ച് ന്യൂസ് കണ്ടതാണ്, അവരുടെ CM ആകാൻ വേണ്ടിയുള്ളൊരു അടി. അതിൽ തന്നെ സത്യം പറയാൻ തർക്കം. അത് മാത്രമല്ല, അവരുടെ ഈ നേതാക്കളുടെ ഫ്ലെക്സുകൾ പല സ്ഥലത്തും അവരുടെ തന്നെ പ്രവർത്തകർ വലിച്ചു കീറുന്നതായിട്ടും കണ്ടു. സത്യം പറഞ്ഞാൽ പുച്ഛം തോന്നി, കഷ്ടം തന്നെ തോന്നി, പരമകഷ്ടം. എന്തായാലും നമ്മൾ BJPക്കാരുടെ ഇടയിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല, മനസ്സിലായില്ലേ? നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് മാത്രം മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. പിന്നെ അഭിമാനത്തോടെ എനിക്ക് പറയാം, ഞാനൊരു BJPക്കാരനാണ്. അല്ലാതെ ഈ പറഞ്ഞ പ്രവർത്തകർ ലീഡേഴ്സിന്റെ ഫ്ലക്സും കാര്യങ്ങളെല്ലാം വലിച്ചു കീറുന്ന രീതിയിൽ അത്രയും തഴുന്നാറുന്ന ഒരു പാർട്ടിയിലല്ല ഞാൻ എന്നുള്ളത് എനിക്ക് സന്തോഷപൂർവ്വം പറയാം. അപ്പം ഇത് ആർക്കെങ്കിലും ഇത് ഹേർട്ട് ആവുന്നുണ്ടെങ്കിൽ വേറൊന്നും കൊണ്ടല്ല, ഇത് പരമമായ സത്യം മാത്രമാണ് ഞാൻ വിളിച്ച് പറയുന്നത്. അല്ല, ഇന്നത്തെ ന്യൂസ് ചാനൽസിൽ എല്ലാം കാണുന്നുണ്ടായിരുന്നു അല്ലേ, മോശമായിട്ടുള്ളൊരു കാര്യം, മോശം. അതെ, മോശം, ഭയങ്കര മോശമാണ്. എന്നാലും എൻ്റെ ജി തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ജിക്ക് എന്ത് ഉളുപ്പുണ്ട് വന്ന് സംസാരിക്കാനെ കൊണ്ട്. കുണ്ടറയിലെ മണ്ടനായ ജി വന്ന് പറഞ്ഞേക്കുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയായിരുന്നു? ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ 90 ദിവസത്തിനകം മോദിജീനെ ഇവിടെ കൊണ്ടുവന്നിട്ട് മുട്ട ഒഴുങ്ങി വെക്കാനാണ്. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുകയാണ്. അതൊക്കെ നമ്മുടെ ജി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടുത്തെ ഈ പറഞ്ഞേക്കുന്ന കാര്യം, കോൺഗ്രസ്സുകാരുടെ അടിയും വഴക്കം കാര്യങ്ങളൊക്കെ ശരിയാണ്. ഇത് പറയാനെ കൊണ്ട് ജിക്ക് എന്ത് യോഗ്യതയാണ് ജി ഉള്ളത്? എനിക്ക് അത്ര ചോദിക്കാനുള്ളൂ. ജിക്ക് എന്ത് ജി നിങ്ങളെ ഈ പശുമ്പ ടീംസിനെ ഇവിടെ കൂട്ടിയിട്ടില്ല. സംഭവം ശരിയാണ്, കോൺഗ്രസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. LDF പാർട്ടി ഇവിടെ തോറ്റു, അവരുടേതായ കുറേ കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സംഭവങ്ങളൊക്കെ ശരിയാണ്. നമ്മൾ മലയാളികളുടെ, ഞാൻ മുമ്പ് പല വീഡിയോയ്ക്കും പറഞ്ഞില്ല, നമ്മൾ ഇടത്തോട്ട് ചവിട്ടിയായിട്ടും വലത്തോട്ട് ചവിട്ടിയാലും ചാണകത്തിൽ ചവിട്ടില്ല. പിന്നെ 3 മണ്ഡലങ്ങളിൽ ചാണകത്തിൽ ചവിട്ടി. അത് അവരനുഭവിക്കണം. അവർക്ക് ഇതിലും വലുതെന്തോ വരാനിരുന്ന് ഇങ്ങനെ അങ്ങ് തീർന്നു എന്ന് വിചാരിക്കുക. പിന്നെ എനിക്ക് ഏറ്റവും ഒരു നെഗ് തോന്നിയൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തമാശകൾക്കപ്പുറത്തേക്ക് ശിവൻകുട്ടി അദ്ദേഹത്തിൻ്റെ തോൽപ്പിച്ചുകൊണ്ട് അവിടെ ജയിച്ചേക്കുന്ന ഒരു വർഗീയവാദി അല്ലെങ്കിൽ ഒരു വർഗീയ പാർട്ടിയുടെ ഒരു നേതാവ്, ഓക്കെ, രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്കിനും അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ആ നാട്ടുകാർ അവരനുഭവിക്കണം എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. പിന്നെ വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ ഒരു പാർട്ടിയിൽ നമ്മുടെ ജിയൊക്കെ വന്നുകൊണ്ട് നിങ്ങൾ പറയുന്നത്, ഇത് നമ്മുടെ കടയിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, എന്തിനാണ് നിങ്ങൾ ഫ്ലെക്സ് കീറേണ്ട കാര്യങ്ങളൊന്നുമില്ല. ജനങ്ങൾ, മനുഷ്യന്മാരെ നിങ്ങൾ വലിച്ചു കീറുന്നുണ്ടല്ലോ. ഇതുപോലെ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകളെ
ഇപ്പം മനസ്സിലായല്ലോ. അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ. ഫ്ലെക്സ് ഒന്നും വലിച്ചു കീറാറില്ല നിങ്ങൾ, ബാക്കി എല്ലാം ചെയ്യുന്നുണ്ടല്ലേ. എൻ്റെ കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയണമെന്നില്ല. എന്താണെങ്കിലും നമുക്ക് നോക്കാം ഇനി ഈ വരും ദിവസങ്ങളിൽ ഈ കസരകളി എങ്ങനെ പോകുന്നുള്ളത്. ഇപ്പം എന്താണ് ഞാൻ വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേക്കിന് വൈകുന്നേരം 6:30 ആയിട്ടുണ്ട്. ഇതുവരെയുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചുള്ളൂ. ഇതിന് ശേഷമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കറിയത്തില്ല. എന്താണെങ്കിൽ ഇത്രയും കിട്ടും. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.